ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതൊരു എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് അറിയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അയാളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അയാൾക്ക് ചെറിയ ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഒരു ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ബോർഡ് അല്ല, സാധാരണ നോർമൽ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇത് കണക്ക് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത് കണക്കൊരു PVC ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 6 ഹോളുകളാണ്. അതിൻ്റെ നീളം 11 ഇഞ്ചും അതുകൊണ്ട് വീതി 4 ഇഞ്ചുമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ആവശ്യാനുസരണം മേടിച്ചാൽ മതി. ഇത് ഓരോ അളവിൽ നമുക്കിത് മേടിക്കാൻ കിട്ടും. നമുക്ക് എത്ര സ്വിച്ച് വേണം, എത്ര സോക്കറ്റ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അളവിൽ ഈ ഒരു PVC ബോക്സ് കടയിൽ നിന്ന് ലഭിക്കും. പിന്നെ രണ്ടാമത് 4 സോക്കറ്റുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണക്കൊരു സ്വിച്ചും ഇത് കണക്കൊരു ലൈറ്റ് ഇൻഡിക്കേറ്ററും ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു 2 പിൻ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 mm ഒരു 5 മീറ്റർ വയർ എടുത്തിട്ടുണ്ട്. ഇത് 2 കോർ വയറാണ്. ഇതിനകത്ത് 2 വയർ മാത്രമാണ് വരുന്നത്. ഞാൻ ഇതിനകത്ത് എർത്ത് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് കണക്ക് 2 കോർ എടുത്തത്. നിങ്ങൾ എർത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 3 കോർ മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു PVC ബോക്സിന്റെ സ്ക്രൂ എല്ലാം അഴിച്ച് ഇത് ഓപ്പൺ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു PVC ബോക്സിന്റെ അടപ്പിലോട്ട് നമുക്ക് സ്വിച്ചും സോക്കറ്റ് എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വിച്ചും സോക്കറ്റ് ഒക്കെ എവിടെയാണ് സെറ്റ് ചെയ്യാൻ നമ്മളൊരു പ്ലാൻ വേണം. ഞാൻ ആദ്യത്തെ ഈ ഹോളിൽ സ്വിച്ചും അതിന് തൊട്ടിപ്പുറത്ത് ലൈറ്റ് ഇൻഡിക്കേറ്ററാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 4 ഹോളുകളിലാണ് ഞാൻ സോക്കറ്റുകൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോക്കറ്റ് ഇരിക്കാൻ വേണ്ടി ഈ ഒരു വീതി പോരാ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് തിരിച്ചു കൊടുക്കാൻ നേരത്ത് കണ്ടില്ലേ, ഇവിടെ ഓരോ കണ്ണം വെട്ടിട്ട് വെച്ചേക്കുന്നുണ്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ഈ സ്വിച്ചും ഇൻഡിക്കേറ്ററും വെക്കുന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമുക്ക് ഈ ഒരു കട്ട് ചെയ്തേക്കുന്ന ഭാഗം മുറിച്ച് കളയാം. അങ്ങനെ ഈ ഒരു 4 ഭാഗത്തെ ഹോൾ ഞാൻ വലുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫിറ്റ് ചെയ്യാം. ഇനി അറ്റത്ത് നമുക്ക് ആദ്യം സ്വിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്വിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തലതിരിഞ്ഞ് പോരുത്. സ്വിച്ചിന്റെ ഈ ഒരു മാർക്ക് കണ്ടോ, എല്ലാ സ്വിച്ചിലും കണ്ട് നമുക്ക് ഒരു മൈനസ് മാർക്ക് കാണും. അതിടുമ്പോഴാണ് നമ്മൾ സ്വിച്ച് ഓൺ ആവുന്നത്, അല്ലായിരിക്കും സമയത്ത് ഓഫ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന രീതി വേണം നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട്. ഇത് താഴോട്ടിരിക്കണം. അപ്പോൾ നമുക്ക് സ്വിച്ച് എടുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്വിച്ച് സോക്കറ്റ് ഒക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു നട്ടും ബോൾട്ടും കിട്ടും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്വിച്ചിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഇൻഡിക്കേറ്ററോടെ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻഡിക്കേറ്റർ വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, അതെല്ലാം നമ്മുടെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഇനി ഇതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് അടുത്ത സോക്കറ്റ് ഫിറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാ സോക്കറ്റും സ്വിച്ചും ഞാൻ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ടൊരു വയർ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇൻഡിക്കേഷൻ്റെ ഏതെങ്കിലും ഒരു വയറിലോട്ട് ഇത് കണക്ട് ചെയ്യാം. എന്നിട്ട് ആ വയർ നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു ലെഗിലോട്ട് കണക്ട് ചെയ്യാം. ഞാനിവിടെ മുകളിലത്തെ ലെഗിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വിച്ചിൽ നമ്മൾ വയർ കണക്ട് ചെയ്ത് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലതായിട്ട് ടൈറ്റ് ചെയ്യണം, ലൂസ് കോൺടാക്ട് വരാൻ പാടില്ല. എന്നിട്ട് ആ സ്വിച്ചിൽ നിന്ന് വരുന്ന വയർ നമുക്ക് സോക്കറ്റിൻ്റെ രണ്ടാമത്തെ ലെഗിലോട്ട്, ഈ ഒരു ലെഗിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് അവിടുന്ന് വരുന്ന വയർ നമുക്ക് അടുത്ത സോക്കറ്റിൻ്റെ രണ്ടാമത്തെ ലെഗിലോട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും അടുത്തതിൻ്റെ രണ്ടാമത്തെ ലെഗിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് ഏറ്റവും അവസാനമുള്ള സോക്കറ്റിൻ്റെ രണ്ടാമത്തെ ലെഗിലോട്ട് നമുക്ക് ഈ വയർ കണക്ട് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ന്യൂട്രൽ കണക്ട് ചെയ്യാം. ഇനി ന്യൂട്രൽ കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ സെയിം ആണ്. ഇതിൻ്റെ എല്ലാം ഒന്നാമത്തെ ലെഗുകൾ തമ്മിൽ കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ന്യൂട്രൽ വയർ കണക്ട് ചെയ്ത് നമുക്ക് അങ്ങേറ്റത്ത് തുടങ്ങാം. അങ്ങേറ്റത്തെ സോക്കറ്റിൻ്റെ ഒരു ലെഗിലോട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് തൊട്ടിപ്പുറത്തേലോട്ട് നമ്മൾ അടുത്ത വയർ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത സോക്കറ്റിലോട്ട് നമ്മൾ അടുത്ത വയറും കണക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു 3 സോക്കറ്റിൻ്റെ നെഗറ്റീവ് വയർ നമ്മൾ കണക്ട് ചെയ്തെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു സോക്കറ്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ളത്, അതുകൊണ്ടൊക്കെ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു വയർ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളതാണ്. അത് നമ്മൾ എടുത്തേക്കുന്ന 2 കോർ വയർ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇത് ഒരുമിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വയർ PVC ബോക്സിൻ്റെ അടിഭാഗത്ത് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തൂടെ കയറ്റി കൊടുക്കാം. അങ്ങനെ കുറച്ച് ഭാഗം കയറ്റിയെടുത്ത് നമുക്ക് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു വലി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ തട്ടി നിന്നോളും. എന്നിട്ട് നമുക്ക് ഈ ഒരു വയറിൻ്റെ ഇൻസുലേഷൻ അറുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് വയർ മാത്രമായിട്ട് പുറത്തോട്ടെടുക്കാം. എന്നിട്ട് ഇൻസുലേഷൻ്റെ ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് എടുത്ത വയർ സ്ട്രിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഇൻസുലേറ്റഡ് വയറിൽ നിന്ന് വരുന്ന ഈ ചുവന്ന ലൈന് നമുക്ക് ഈ ഒരു സ്വിച്ചിന്റെ ലെഗുമായിട്ട് കണക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ 2 കോർ വയറിൽ നിന്ന് വരുന്ന കറുത്ത വയർ നമുക്ക് ഈ ഒരു നെഗറ്റീവ് ലൈനുമായിട്ട്, നമ്മളൊരു നെഗറ്റീവ് ലൈൻ അധികം ഇട്ടില്ല, ആ നെഗറ്റീവ് ലൈനുമായിട്ട് കണക്ട് ചെയ്യാം. ഇതോടൊപ്പം നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ ഒരു വയറൂടെ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സോക്കറ്റിനകത്തോട്ട് അത് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു PVC ബോക്സ് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന 2 പിന്നോട് നമുക്ക് അഴിച്ചെടുക്കാം. ഈ ഒരൊറ്റ നട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് രണ്ടായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളെടുത്ത വയറിൻ്റെ അപ്പുറത്തെ അറ്റത്തെ ഇൻസുലേഷൻ നമുക്ക് ചെറുക്കെ ഇളക്കി കളയാം. ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അകത്ത് വയർ കട്ടാവരുത്. ഓക്കെ, നമ്മൾ അങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വയർ നമുക്ക് സ്ട്രിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തേക്കുന്ന ഈ വയർ നമ്മൾ 2 പിന്നിൻ്റെ ഓരോ ലെഗിലോട്ടും ഇതുകൊണ്ട് കയറ്റി കൊടുത്ത് സ്ക്രൂ ചെയ്യാം. എന്നിട്ട് 2 പിൻ നമുക്ക് പഴയ പോണക്ക് തന്നെ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എക്സ്റ്റൻഷൻ ബോക്സിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ കത്തുന്നു. നമുക്ക് ഒരെണ്ണം ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് എന്തായാലും വർക്ക് ചെയ്യും. പ്ലഗ് ഇൻ ചെയ്യുന്നു, കുത്തുന്നു. കണ്ടില്ലേ, ഇതുകൊണ്ടൊക്കെ 4 എണ്ണത്തിൽ നമുക്ക് ഒരു പോണൊക്കെ നമുക്ക് ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. കണ്ടില്ലേ, അപ്പോൾ ഇത് ഭൂരിഭാഗം ആൾക്കാർക്ക് ഉണ്ടാക്കാൻ അറിയാം എന്ന് എനിക്കറിയാം. എങ്കിലും അറിയാത്ത ആരിലൊക്കെ കാണുമല്ലോ, അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.